ആവർത്തന പുസ്തകം 23 അധ്യായം. ഷണ്ഡനോ ചിന്നലിംഗനോ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. കൗലടയൻ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. അവന്റെ 10-ാം തലമുറ പോലും യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. ഒരു അമ്മോന്യനോ മോവാബ്യനോ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. അവരുടെ 10-ാം തലമുറ പോലും ഒരു നാളും യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. നിങ്ങൾ മിസ്രയീമിൽ നിന്ന് വരുമ്പോൾ അവർ അപ്പവും വെള്ളവും കൊണ്ട് വഴിയിൽ നിങ്ങളെ വന്നെതിരേൽക്കായിക കൊണ്ടും നിന്നെ ശപിപ്പാൻ അവർ മെസൊപ്പൊത്താമിയയിലെ പെതോരിൽ നിന്ന് ബെയോരിന്റെ മകനായ ബിലെയാമിനെ നിനക്ക് വിരോധമായി കൂലിക്ക് വിളിപ്പിച്ചതുകൊണ്ടും തന്നെ. എന്നാൽ ബിലെയാമിനെ ചെവി കൊടുപ്പാൻ നിന്റെ ദൈവമായ യഹോവയ്ക്ക് മനസ്സില്ലായിരുന്നു. നിന്റെ ദൈവമായ യഹോവ നിന്നെ സ്നേഹിച്ചതുകൊണ്ട് നിന്റെ ദൈവമായ യഹോവ ശാപം നിനക്ക് അനുഗ്രഹമാക്കി തീർത്തു. ആകയാൽ നിന്റെ ആയുഷ്കാലത്തൊരിക്കലും അവരുടെ സമാധാനത്തിനും ഗുണത്തിനും വേണ്ടി ചിന്തിക്കരുത്. ഏദോമിനെ വെറുക്കരുത്, അവൻ നിന്റെ സഹോദരനല്ലോ. മിസ്രയീമിനെ വെറുക്കരുത്, നീ അവന്റെ ദേശത്ത് പരദേശിയായിരുന്നുവല്ലോ. 3-ാം തലമുറയായി അവർക്ക് ജനിക്കുന്ന മക്കൾക്ക് യഹോവയുടെ സഭയിൽ പ്രവേശിക്കാം. ശത്രുക്കൾക്ക് നേരെ പാളയമിറങ്ങുമ്പോൾ കൊള്ളരുതാത്ത കാര്യമൊന്നും ചെയ്യാതിരിപ്പാൻ നീ സൂക്ഷിച്ചു കൊള്ളേണം. രാത്രിയിൽ സംഭവിച്ച കാര്യത്താൽ അശുദ്ധനായി തീർന്ന ഒരുത്തൻ നിങ്ങളിൽ ഉണ്ടായിരുന്നാൽ അവൻ പാളയത്തിന് പുറത്തു പോകേണം, പാളയത്തിനകത്ത് വരരുത്. സന്ധ്യയാകുമ്പോൾ അവൻ വെള്ളത്തിൽ കുളിക്കേണം. സൂര്യൻ അസ്തമിച്ചിട്ട് അവന് പാളയത്തിനകത്ത് വരാം. ബാഹ്യത്തിന് പോകുവാൻ നിനക്ക് ഒരു സ്ഥലം പാളയത്തിന് പുറത്ത് ഉണ്ടായിരിക്കണം. നിന്റെ ആയുധങ്ങളുടെ കൂട്ടത്തിൽ ഒരു പാരയും ഉണ്ടായിരിക്കണം. ബാഹ്യത്തിനിരിക്കുമ്പോൾ അതിനാൽ കുഴിച്ച് നിന്റെ വിസർജനം മൂടിക്കളയണം. നിന്റെ ദൈവമായ യഹോവ നിന്നെ രക്ഷിപ്പാനും ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരുവാനും നിന്റെ പാളയത്തിന്റെ മധ്യേ നടക്കുന്നു. നിങ്ങൾ വൃത്തികേട് കണ്ടിട്ട് അവൻ നിന്നെ വിട്ടകലാതിരിപ്പാൻ നിന്റെ പാളയം ശുദ്ധിയുള്ളതായിരിക്കണം. യജമാനനെ വിട്ട് നിന്റെ അടുക്കൽ ശരണം പ്രാപിപ്പാൻ വന്ന ദാസനെ യജമാനന്റെ കയ്യിൽ ഏൽപ്പിക്കരുത്. അവൻ നിങ്ങളുടെ ഇടയിൽ നിന്റെ പട്ടണങ്ങളിൽ ഏതിലെങ്കിലും തനിക്ക് ബോധിച്ചെടുത്ത് നിന്നോട് കൂടെ പാർക്കട്ടെ. അവനെ ഞെരുക്കം ചെയ്യരുത്. ഇസ്രയേൽ പുത്രിമാരിൽ ഒരു വേശ്യ ഉണ്ടാകരുത്. ഇസ്രയേൽ പുത്രന്മാരിൽ പുരുഷ മൈഥുനക്കാരനും ഉണ്ടാകരുത്. വേശ്യയുടെ കൂലിയും നായുടെ വിലയും നിന്റെ ദൈവമായ യഹോവയുടെ ആലയത്തിലേക്ക് യാതൊരു നേർച്ചയായിട്ടും കൊണ്ടുവരരുത്. ഇവ രണ്ടും നിന്റെ ദൈവമായ യഹോവയ്ക്ക് അറപ്പാകുന്നു. പണത്തിനോ ആഹാരത്തിനോ വായ്പ കൊടുക്കുന്ന യാതൊരു വസ്തുവിനോ സഹോദരനോട് പലിശ വാങ്ങരുത്. അന്യനോട് പലിശ വാങ്ങാം, എന്നാൽ നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നീ തൊടുന്നതിലൊക്കെയും നിന്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് സഹോദരനോട് പലിശ വാങ്ങരുത്. നിന്റെ ദൈവമായ യഹോവയ്ക്ക് നേർച്ച നേർന്നാൽ അത് നിവർത്തിപ്പാൻ താമസം വരുത്തരുത്. അങ്ങനെ ചെയ്താൽ നിന്റെ ദൈവമായ യഹോവ നിന്നോട് ചോദിക്കും, അത് നിങ്ങൾ പാപമായിരിക്കും. നേരാതിരിക്കുന്നത് പാപമാകയില്ല. നിന്റെ നാവിൽ മേൽ നിന്ന് വീണത് നിവർത്തിക്കുകയും വായ് കൊണ്ട് പറഞ്ഞ സ്വമേധാദാനം നിന്റെ ദൈവമായ യഹോവയ്ക്ക് നേർന്നതുപോലെ നിവർത്തിക്കുകയും വേണം. കൂട്ടുകാരന്റെ മുന്തിരിത്തോട്ടത്തിലൂടെ പോകുമ്പോൾ ഇഷ്ടം പോലെ മുന്തിരിപ്പഴം തൃപ്തിയാമണ്ണം നിനക്ക് തിന്നാം, എങ്കിലും നിന്റെ പാത്രത്തിൽ ഇടരുത്. കൂട്ടുകാരന്റെ വിളഭൂമിയിൽ കൂടി പോകുമ്പോൾ നിനക്ക് കൈകൊണ്ട് കതിർ പറിക്കാം, എങ്കിലും കൂട്ടുകാരന്റെ വിളവിൽ അരിവാൾ വെക്കരുത്. ആമേൻ.